ഹായ് നമസ്കാരം. വരുൺ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ കൂടുതൽ പേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ട് നല്ല രീതിയിൽ ഒരു വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ മ്യൂച്വൽ ഫണ്ടിലൂടെയോ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പലരും കേൾക്കുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ വളരെ നല്ല റിട്ടേൺസ് തരുന്ന സ്ഥാപനമാണ്. 12, 13, 14% വരെയൊക്കെ റിട്ടേൺസ് കിട്ടും. ബാങ്ക് FD വഴി 5 6 കിട്ടുമ്പോൾ അതിൻ്റെ ഇരട്ടി സ്റ്റോക്ക് മാർക്കറ്റ് വഴി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം പ്രതീക്ഷിച്ച രീതിയിൽ അയാൾക്ക് അയാളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നുണ്ടോ? പലരോടും ചോദിക്കുമ്പോഴത്തേക്ക് അവർ കുറച്ച് നാളിന് ശേഷം തന്നെ ഈ നിക്ഷേപങ്ങൾ നിർത്തി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം പലപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അറിയുന്ന സമയം മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന സമയമായിരിക്കും. അവൻ്റെ ചുറ്റിനുള്ളവർ വർഷങ്ങളായിട്ട് നിക്ഷേപിക്കുന്നവർ അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് കിട്ടുമ്പോഴാണ് ഒരു സാധാരണ മനുഷ്യൻ ഈ നിക്ഷേപത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്, അവൻ നിക്ഷേപിച്ചു തുടങ്ങുന്നത്. പക്ഷേ എന്താ അവൻ അറിയാത്തത്? ഈ മാർക്കറ്റ് എപ്പോഴും ഒരു സൈക്ലിക്കലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാവും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരാൾ ഒരു വർഷമോ 6 മാസമോ നോക്കുമ്പോഴത്തേക്ക് അവൻ്റെ പൈസ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ആ കുറഞ്ഞു വന്ന് നല്ലൊരു നഷ്ടത്തിലോട്ട് എത്തുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അത് വിറ്റ് മാറുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അവൻ ഇതിൻ്റെ എന്തുകൊണ്ട് കുറയുന്നു, എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ള രീതിയൊന്നും മനസ്സിലാകുന്നില്ല. സാധാരണ അങ്ങനെ ഒരു പേടി വന്ന്, ഒരു ഫിയർ വന്ന് ആ മാർക്കറ്റ് ഫോളിൽ അവൻ്റെ നിക്ഷേപങ്ങളെല്ലാം പിൻവലിച്ച് മാറി നിൽക്കും. അല്ലെങ്കിൽ മേളിലോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയില്ല എന്നൊരു വിഷമത്തോടെ മാറും. സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ളവർ പറയുന്നതും കേട്ട് ആണ് പലരും ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരുന്നത്. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. സോ എന്താണ് ഇതിനൊരു പ്രതിവിധി? നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് വഴി ലാഭത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടത്തിലോട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ സഹായിക്കാൻ ഒരു അഡ്വൈസറിൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ വരുൺ അക്കാദമിയൊക്കെ നമ്മൾ രൂപീകരിക്കാൻ്റെ പ്രധാന കാരണം ഈ സമൂഹത്തിൽ നിക്ഷേപിക്കുന്ന പലർക്കും 90% ആളുകൾക്കും എങ്ങനെ നിക്ഷേപിക്കണം, എന്തിന് നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് അറിയത്തില്ല. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ പോലും. അപ്പോൾ എന്താണ് നല്ലൊരു അഡ്വൈസറിൻ്റെ റോൾ എന്താണ്? ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എന്താണ് സാധാരണ ഒരു ഇൻവെസ്റ്ററിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്? ആദ്യം തന്നെ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് എന്തിനാണ് നിക്ഷേപിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്, എന്നാണ് നമുക്ക് ആ നിക്ഷേപം കുറിച്ച് ആവശ്യമുള്ളത്, അതാണ് ഗോൾ സെറ്റിങ്ങിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമുക്കൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമുക്കൊരു 15, 20, 50 ലക്ഷം രൂപ വേണം. അത് നിങ്ങളുടെ അഡ്വൈസറിനൊക്കെ പറയും. അപ്പോൾ അയാൾ അതിനനുസരിച്ചുള്ള ഒരു നിക്ഷേപ മാർഗ്ഗം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതോടെ നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് ലഭിക്കും. നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ മാസവും കൃത്യമായിട്ടൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ ഗോൾസ് എല്ലാം ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അഡ്വൈസർ വഴി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് സ്വീകരിച്ച് മാത്രം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തുടങ്ങുക. അല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വാക്ക് കേൾക്കാതെ നിങ്ങളുടെ ഓരോരുത്തർക്കും വ്യക്തിത്വമായിട്ട് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നല്ലൊരു അഡ്വൈസറെ സമീപിക്കുക. വരുൺ അക്കാദമിയിലോട്ട് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കി തന്നതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരാം. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നന്ദി.